ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന പശ്ചിമ ബംഗാളിൽ രണ്ടാംഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. രാവിലെ 11 വരെ 39.97% പോളിംഗ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലമറിയാൻ ഇനി 5 നാൾ. വോട്ടെണ്ണലിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഉത്തർപ്രദേശ് സന്ദർശനം തുടരുന്നു. ഇന്ന് വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. തൃശൂർ മുണ്ടത്തിക്കോട് വെടിക്കെട്ട് ദുരന്തം അന്വേഷിക്കുന്ന ജുഡീഷ്യൽ കമ്മീഷൻ ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ ഇന്ന് അപകടസ്ഥലം സന്ദർശിക്കും. സംസ്ഥാനത്ത് വേനൽ മഴ തുടരും. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഇന്ന് മുംബൈ ഇന്ത്യൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. വാർത്തകൾ വിശദമായി. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന പശ്ചിമ ബംഗാളിൽ രണ്ടാമത്തെയും അവസാനത്തെയും ഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. രാവിലെ 11 മണിവരെയുള്ള കണക്കനുസരിച്ച് 39.97% പോളിംഗ് രേഖപ്പെടുത്തി. 142 മണ്ഡലങ്ങളിലായി 3,20,00,000 വോട്ടർമാരാണ് പശ്ചിമ ബംഗാളിൽ രണ്ടാം ഘട്ടത്തിൽ സമ്മതിദാനാവകാശം വിനിയോഗിക്കുന്നത്. 1448 സ്ഥാനാർത്ഥികൾ മത്സരരംഗത്തുണ്ട്. 41,001 പോളിംഗ് സ്റ്റേഷനുകളാണ് വോട്ടെടുപ്പിനായി ക്രമീകരിച്ചിരിക്കുന്നത്. രാവിലെ 7-ന് ആരംഭിച്ച വോട്ടെടുപ്പ് വൈകിട്ട് 6 വരെ തുടരും. കേരളം ഉൾപ്പെടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന 4 സംസ്ഥാനങ്ങളിലും പുതുച്ചേരിയിലും മെയ് 4-നാണ് വോട്ടെണ്ണൽ. പശ്ചിമ ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടത്തിൽ വോട്ട് രേഖപ്പെടുത്താൻ ജനങ്ങളോട് ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും വോട്ട് ചെയ്ത് ജനാധിപത്യത്തെ കൂടുതൽ ഊർജ്ജസ്വലമാക്കണമെന്നും പശ്ചിമ ബംഗാളിലെ സ്ത്രീകളും യുവാക്കളും വലിയ തോതിൽ തങ്ങളുടെ വോട്ടവകാശം വിനിയോഗിക്കേണ്ടത് പ്രധാനമാണെന്നും ശ്രീ മോദി സമൂഹമാധ്യമത്തിൽ പറഞ്ഞു. യുവാക്കളോടും ആദ്യ തവണ വോട്ട് ചെയ്യുന്നവരോടും തങ്ങളുടെ സമ്മതിദാന അവകാശം ഉപയോഗപ്പെടുത്താൻ ശ്രീ ഖാർഗെ ആഹ്വാനം ചെയ്തു. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലമറിയാൻ ഇനി 5 നാൾ. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിനായുള്ള ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിലാണ്. തപാൽ വോട്ടുകളാകും ആദ്യം എണ്ണുക. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി M. പള്ളുരുത്തി. തപാൽ വോട്ടുകൾ എണ്ണാൻ ആരംഭിച്ച് 30 മിനിറ്റുകൾക്ക് ശേഷം വോട്ടിംഗ് യന്ത്രങ്ങളിലെ വോട്ടുകൾ എണ്ണാൻ ആരംഭിക്കും. തപാൽ വോട്ടുകളുടെ എണ്ണൽ ഏത് ഘട്ടത്തിൽ എത്തി എന്നത് കണക്കിലെടുക്കാതെ തന്നെ യന്ത്രങ്ങളിലെ വോട്ട് എണ്ണാൻ ആരംഭിക്കാം. തപാൽ ബാലറ്റ് പേപ്പറുകൾ റിട്ടേണിംഗ് ഓഫീസറുടെ മേശപ്പുറത്തായിരിക്കും എണ്ണുക. തൊട്ടു മുൻപുള്ള റൗണ്ടിലെ വോട്ടെണ്ണൽ പൂർത്തിയാകാതെ അടുത്ത റൗണ്ടിനായുള്ള കൺട്രോൾ യൂണിറ്റുകൾ എണ്ണാനുള്ള മേശയിലേക്ക് എത്തിക്കില്ല. സന്നിഹിതരായിട്ടുള്ള കൗണ്ടിംഗ് ഏജന്റുമാരെയും ഇത് പരിശോധിക്കാൻ അനുവദിക്കും. ഗുജറാത്ത് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ വൻ വിജയം നേടി BJP. സംസ്ഥാനത്തെ 15 മുനിസിപ്പൽ കോർപ്പറേഷനുകളിലും 33 ജില്ലാ പഞ്ചായത്തുകളിലും 78 മുനിസിപ്പാലിറ്റികളിലും BJP വിജയിച്ചു. അതേസമയം കോൺഗ്രസ് 6 മുനിസിപ്പാലിറ്റികളിലാണ് ജയം സ്വന്തമാക്കിയത്. നർമ്മദ ജില്ലാ പഞ്ചായത്ത് പിടിച്ചെടുത്ത് ആം ആദ്മി പാർട്ടി ശ്രദ്ധേയമായ മുന്നേറ്റം നടത്തി. ഇവിടെ 22-ൽ 15 സീറ്റുകളും AAP നേടി. 12 താലൂക്ക് പഞ്ചായത്തുകളിലും AAP വിജയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഉത്തർപ്രദേശ് സന്ദർശനം തുടരുന്നു. വാരാണസിയിലെ കാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ ശ്രീ മോദി ദർശനം നടത്തി. ഇന്ന് വിവിധ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും. ഹർദോയിൽ പൊതുസമ്മേളനത്തെ അല്പസമയത്തിനകം ശ്രീ മോദി അഭിസംബോധന ചെയ്യും. തൃശൂർ മുണ്ടത്തിക്കോട് വെടിക്കെട്ട് ദുരന്തം അന്വേഷിക്കുന്ന ജുഡീഷ്യൽ കമ്മീഷൻ ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ ഇന്ന് അപകടസ്ഥലം സന്ദർശിക്കും. മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന ദുരന്തബാധിതരെ നേരിൽ കാണുന്ന അദ്ദേഹം ജില്ലാ കളക്ടറുമായും തൃശൂർ കമ്മീഷണറുമായും കൂടിക്കാഴ്ച നടത്തും. സംസ്ഥാനത്ത് വേനൽ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രതയാണ്. അതേസമയം ഉയർന്ന അൾട്രാ വയലറ്റ് സൂചിക റിപ്പോർട്ട് ചെയ്യുന്ന പശ്ചാത്തലത്തിൽ കോന്നിയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. ചെങ്ങന്നൂർ, ചങ്ങനാശ്ശേരി, മൂന്നാർ, കളമശ്ശേരി, ഒല്ലൂർ, പൊന്നാനി എന്നിവിടങ്ങളിൽ മഞ്ഞ ജാഗ്രതയാണ്. പാലക്കാട് ജില്ലയിൽ ഇന്നും താപനില 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ ഉയർന്നേക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. താപനില തുടർച്ചയായ ദിവസങ്ങളിൽ ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ കൂടുതൽ ജാഗ്രത വേണമെന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. ജില്ലയിൽ വേനൽക്കെടുതി രൂക്ഷമായ സാഹചര്യത്തിൽ മംഗലം അണക്കെട്ടിന്റെ റിവർ സ്യൂയിസ് വഴി ഇന്ന് പുഴയിലേക്ക് വെള്ളം തുറന്നുവിട്ടിട്ടുണ്ട്. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
വണ്ടാഴി, കിഴക്കഞ്ചേരി, വടക്കഞ്ചേരി, കണ്ണമ്പ്ര, പുതുക്കോട് പഞ്ചായത്തുകളിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ ലക്ഷ്യമിട്ടാണ് മംഗലം ഡാം തുറന്നിരിക്കുന്നത്. പുഴയുടെ തീരത്ത് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് ഇറിഗേഷൻ വകുപ്പ് ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ജില്ലയിലെ ഡാമുകളിൽ നിലവിലുള്ള വെള്ളം പൂർണ്ണമായും കുടിവെള്ള ആവശ്യത്തിന് നൽകാനാണ് ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മലമ്പുഴ ഡാമിൽ ഉൾപ്പെടെ ജലനിരപ്പ് താഴ്ന്ന അവസ്ഥയിലാണ്. വേനലിനിടയിൽ ചൂടിൽ നിന്നും കുടിവെള്ളക്ഷാമത്തിൽ നിന്നും ആശ്വാസം ലഭിക്കണമെങ്കിൽ വേനൽ മഴ കാര്യമായി തന്നെ കനിയണം എന്നതാണ് സ്ഥിതി. കണ്ണൂർ തലശ്ശേരിയിൽ വൈദ്യുതാഘാതമേറ്റ് KSEB കരാർ തൊഴിലാളി മരിച്ചു. കൊണ്ടുച്ചിറ സ്വദേശി A. രാജനാണ് മരിച്ചത്. ഇന്നലെ രാത്രി 110 kV സബ്സ്റ്റേഷന്റെ എർത്ത് ലൈനിൽ നിന്ന് ഷോക്കേൽക്കുകയായിരുന്നു. മൃതദേഹം തലശ്ശേരി സഹകരണ ആശുപത്രിയിലേക്ക് മാറ്റി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. ആകാശവാണി തിരുവനന്തപുരം നിലയം സ്വാതി തിരുനാൾ സംഗീതോത്സവത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന സംഗീതാർച്ചന മെയ് 1 തിരുവനന്തപുരത്ത് നടക്കും. രാവിലെ 9 മണി മുതൽ കോട്ടയ്ക്കകം ലെവി ഹാളിലായിരിക്കും പരിപാടികൾ. ആകാശവാണിയുടെ കേരള നിലയങ്ങൾ പരിപാടി തത്സമയം പ്രക്ഷേപണം ചെയ്യും. ഇടുക്കി ജില്ലയിലെ വിനോദസഞ്ചാര മേഖലയ്ക്ക് കരുത്തേകി മൂന്നാറിൽ ഗ്ലാസ് വാച്ച് ടവർ പ്രവർത്തനം ആരംഭിച്ചു. മധ്യവേനൽ അവധിക്കാലം ആസ്വദിക്കാനെത്തുന്ന സഞ്ചാരികൾക്ക് പുത്തൻ അനുഭവം നൽകുന്നതാണ് ഈ പദ്ധതി. കേരളത്തിലെ ഏറ്റവും നീളമേറിയ ഡബിൾ ലൈൻ ഗ്ലാസ് വാച്ച് ടവർ എന്ന പ്രത്യേകതയും ഇതിനുണ്ട്. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്. ഇടുക്കി ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലിന് കീഴിൽ ദേവികുളം റോഡിൽ പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് ബൊട്ടാണിക്കൽ ഗാർഡനിലാണ് പുതിയ ഗ്ലാസ് വാച്ച് ടവർ നിർമ്മിച്ചിരിക്കുന്നത്. മൂന്നാറിന്റെ പ്രകൃതി സൗന്ദര്യവും ആകാശക്കാഴ്ചകളും ഒരുപോലെ ആസ്വദിക്കാൻ കഴിയുന്ന തരത്തിലാണ് ഇതിന്റെ രൂപകൽപ്പന. 34 മീറ്റർ നീളമുള്ള നടപ്പാതയിലൂടെ ഭൂനിരപ്പിൽ നിന്ന് ഏകദേശം 300 മീറ്റർ ഉയരത്തിലുള്ള വാച്ച് ടവറിലേക്ക് പ്രവേശിക്കാം. 3.60 കോടി രൂപ ചെലവഴിച്ചാണ് ടവർ നിർമ്മിച്ചിരിക്കുന്നത്. IPL ക്രിക്കറ്റിൽ ഇന്ന് മുംബൈ ഇന്ത്യൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. രാത്രി 7:30 മുംബൈയിലാണ് മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ പഞ്ചാബ് കിങ്സിനെതിരെ രാജസ്ഥാൻ റോയൽസിന് 6 വിക്കറ്റ് ജയം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 891 പോയിന്റ് നേട്ടത്തിൽ 77,778ലും നിഫ്റ്റി 282 പോയിന്റ് ഉയർന്ന് 24,278ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കൂടി. പവന് 320 രൂപ ഉയർന്ന് 1,11,000 രൂപയും ഗ്രാമിന് 13,875 രൂപയുമാണ് ഇന്നത്തെ വില. കൽപ്പറ്റ താമരശ്ശേരി ചുരത്തിൽ ഗതാഗത നിയന്ത്രണം. 6ാം വളവിൽ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനിടെ കൊക്കയിലേക്ക് മറിഞ്ഞ് അപകടത്തിൽപ്പെട്ട ഹിറ്റാച്ചി ക്രെയിൻ ഉപയോഗിച്ച് ഉയർത്തുന്നതിനാൽ ഇന്ന് പകൽ സമയത്ത് ഭാരവാഹനങ്ങൾക്കും മൾട്ടി ആക്സിൽ വാഹനങ്ങൾക്കും ചുരത്തിൽ പൂർണ്ണ നിയന്ത്രണവും മറ്റ് വാഹനങ്ങൾക്ക് ഭാഗിക നിയന്ത്രണവും ഏർപ്പെടുത്തും. ചുരം വ്യൂ പോയിന്റിൽ പാറ ഇടിഞ്ഞ ഭാഗത്ത് നെറ്റിടുന്ന പ്രവൃത്തിയും 9ാം വളവിലെ സംരക്ഷണ ഭിത്തിയുടെ പ്രവൃത്തികളും ഇതേ സമയം നടക്കുന്നുണ്ട്. 2ാം വളവിനടുത്ത് കാൽവറ്ററിന്റെ പ്രവൃത്തി കൂടി ആരംഭിക്കുന്ന സാഹചര്യത്തിൽ പകൽ സമയത്ത് ചുരത്തിൽ ഭാരവാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുമെന്നും പൊതുമരാമത്ത് വകുപ്പ് അറിയിച്ചു. കണ്ണൂർ മരുതായി പാലം ഇരിക്കൂർ റോഡിൽ അറ്റകുറ്റപ്പണി നടക്കുന്നതിനാൽ ഇന്നു മുതൽ 3 ദിവസത്തേക്ക് മരുതായി പാലം മുതൽ കൊളപ്പ വരെയുള്ള ഭാഗത്ത് ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചു. ഇരിക്കൂർ ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾ മണ്ണൂർ മരുതായി വഴി മട്ടന്നൂർ കോടോളിപ്പുറം റോഡും കുളപ്പ ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾ കോളോടിപ്പുറം മട്ടന്നൂർ റോഡും മറ്റ് അനുയോജ്യമായ റോഡുകളും ഗതാഗതത്തിനായി ഉപയോഗിക്കണം. ഇടുക്കി നെടുങ്കണ്ടത്ത് അമ്മയെയും സഹോദരനെയും കൊലപ്പെടുത്തി കുഴിച്ചുമൂടിയ സംഭവത്തിൽ പ്രതി സജിയുടെ ചോദ്യം ചെയ്യൽ തുടരുന്നു. ഇക്കഴിഞ്ഞ ഏപ്രിൽ 4-ാം തീയതി രാത്രിയാണ് പച്ചടി സ്വദേശി മേരിക്കുട്ടിയെയും മകൻ റെജിയെയും സജി കൊലപ്പെടുത്തിയത്. പിന്നാലെ നടത്തിയ തെരച്ചിലിൽ വീട്ടുവളപ്പിൽ നിന്ന് 2 മൃതദേഹങ്ങളും പോലീസ് കണ്ടെടുക്കുകയായിരുന്നു. വയനാട് മേപ്പാടിയിൽ KSRTC ബസ്സിടിച്ച് വയോധിക മരിച്ചു. പള്ളിക്കവല സ്വദേശിനി അന്നമ്മയാണ് മരിച്ചത്. ബസ്സിൽ കയറാൻ ശ്രമിക്കുന്നതിനിടെയായിരുന്നു അപകടം. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ തിരുവുത്സവത്തിന് തുടക്കമായി. ജാതിമത ഭേദമന്യേ ഏവരും ഒത്തുചേരുന്ന ഈ മഹോത്സവം ഇരിങ്ങാലക്കുടയുടെ സാംസ്കാരിക പൈതൃകത്തിന്റെ അടയാളം കൂടിയാണ്. മെയ് 8 വരെയാണ് ഉത്സവം. ലെബനനിലെ ഖാന്തറ മേഖലയിൽ ഹിസ്ബുള്ളയുടെ തുരങ്കം തകർത്തതായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു. ഹിസ്ബുള്ളയുടെ ഭീകര കേന്ദ്രങ്ങൾ നശിപ്പിക്കുകയാണെന്നും നിരവധി ഭീകരരെ വധിച്ചതായും അദ്ദേഹം വ്യക്തമാക്കി. പ്രധാന വാർത്തകൾ വീണ്ടും. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന പശ്ചിമ ബംഗാളിൽ 2ാം ഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. രാവിലെ 11 വരെ 39.97% പോളിംഗ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലമറിയാൻ ഇനി 5 നാൾ. വോട്ടെണ്ണലിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഉത്തർപ്രദേശ് സന്ദർശനം തുടരുന്നു. ഇന്ന് വിവിധ പരിപാടികളിൽ പങ്കെടുക്കും.
തൃശൂർ മുണ്ടത്തിക്കോട് വെടിക്കെട്ട് ദുരന്തം അന്വേഷിക്കുന്ന ജുഡീഷ്യൽ കമ്മീഷൻ ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ ഇന്ന് അപകടസ്ഥലം സന്ദർശിക്കും. സംസ്ഥാനത്ത് വേനൽ മഴ തുടരും. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഇന്ന് മുംബൈ ഇന്ത്യൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.